കോട്ടയം വാകത്താനത്ത് സിമന്റ് മിക്സർ മെഷീനിലിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊന്ന സംഭവത്തിൽ പ്രതി പാണ്ഡിതുരെ അറസ്റ്റിൽ. അസം സ്വദേശിയായ ലേമാൻ കിസ്നെയാണ് കൊലപ്പെടുത്തിയത്. മാലിന്യക്കുഴിയിലേക്ക് തള്ളുകയായിരുന്നു. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ഉള്ളത്. ശ്യാം, ഒരു വലിയ കുറ്റകൃത്യമാണ് നടന്നത്. ഇപ്പോൾ എന്തായാലും പ്രതിയുമായി ബന്ധപ്പെട്ട നടപടികൾ വന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇക്കഴിഞ്ഞ 26 അതായത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വാകത്താനത്തുള്ള ഒരു മിക്സർ മെഷീനിലെ തൊഴിലാളികളാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഈ പാണ്ഡിതുരെ അവിടുത്തെ മെഷീൻ ഓപ്പറേറ്ററും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. അപ്പോൾ ഈ പാണ്ഡിതുരെ ഈ മെഷീൻ കഴുകാനായിട്ട് ലേമാൻ കിസ്ക് മെഷീനകത്തേക്ക് കയറുകയും ഈ മെഷീനകത്തേക്ക് കയറുന്ന സമയത്ത് അത് ഓണാക്കുകയും അങ്ങനെ മിക്സർ കറങ്ങി ഇയാൾ തെറിച്ചു വീഴുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ ലേമാൻ കിസ്കിനെ എടുത്ത് അവിടുത്തെ ആ സ്ലറിയിലേക്ക് തള്ളുകയായിരുന്നു. എന്നിട്ട് മാലിന്യം കൊണ്ടുവന്ന് ഈ സ്ലറിയിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഈ JCB ഉപയോഗിച്ചാണ് ഈ ലേമാൻ കിസ്കിനെ ഈ കുഴിയിലേക്ക് ഇദ്ദേഹം ഇട്ടത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം നടന്ന ശേഷം ലേമാൻ കിസ്കിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിതുരെ ആ സ്ഥലത്തെ ഓണറോട് പറയുന്നു. അങ്ങനെ ഈ പാണ്ഡിതുരെ വന്ന് ഈ വാകത്താനം പോലീസിൽ പരാതി കൊടുക്കുകയാണ്, ഇയാളെ കാണാനില്ല എന്ന്. അന്ന് ഇലക്ഷൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പോലീസ് ആ ഘട്ടത്തിൽ അന്വേഷണവും നടത്തി. പിറ്റേ ദിവസം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സ്ലറിയിൽ ഒരു കൈ പൊങ്ങി നിൽക്കുന്നതായിട്ട് പോലീസിൻ്റെ അവിടുത്തെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് തുടർന്നേ തന്നെ വാകത്താനം പോലീസിനെ അറിയിക്കുകയും തുടർന്ന് വാകത്താനം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് ഒരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെയാണ് പോലീസും സംശയാസ്പദമായിട്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ പോലീസ് സർജൻ, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് വന്ന പരിശോധനയും മറ്റും നടത്തി. നടത്തിയ പരിശോധനയിൽ തന്നെ ഡോക്ടർമാരുടെ പരിശോധനയിൽ ഈ ലേമാൻ കിസ്കിൻ്റെ വയറിനടക്കം മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവേറ്റത് ഈ മെഷീനിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഇയാൾ ഈ സ്ലറിയിൽ കൊണ്ട് ഇയാളെ ഇട്ടത് അങ്ങനെ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നു. എന്തായാലും നിലവിൽ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഇത്രയും വളരെ മൃഗീയമായ രീതിയിലുള്ളൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അഭിലാഷ്. ശ്യാം വിവരങ്ങൾ നൽകുകയായിരുന്നു.